അതാണെന്ത് റെലവൻസി തിയറി. ഇവിടെ പറയുന്നത് ഡിവിഡൻഡ് എന്നാണ്, റെലവൻ്റ് ആണ്. ഡിവിഡൻഡ് ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് ആര് പറയുന്നത്? സോ ഗൈസ്, വെൽക്കം ടു എൻട്രി എലിവേറ്റ് ACCA. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ACCയുടെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ പേപ്പറിലെ ഡിവിഡൻഡ് പോളിസി എന്ന് പറഞ്ഞ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഇത് ആക്ച്വലി നമുക്ക് തിയറി ആയിട്ടാണ് വരുന്നത്. നമുക്ക് FM അറിയാലോ, തിയറി ക്വസ്റ്റ്യൻസ് നല്ല വെയിറ്റേജ് ഉള്ളതാണ്. സോ തിയറി സൈഡിൽ അത്യാവശ്യം നല്ല രീതിയിൽ ടെസ്റ്റ് ചെയ്യുന്ന ഒരു ഏരിയയാണ് ഇത് ഡിവിഡൻഡ് പോളിസി എന്ന് പറയുന്നത്. സോ ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ്? നമ്മളിപ്പോൾ ഒരു കമ്പനിയുടെ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് അവർ എന്ത് തരും? റിട്ടേൺ ആയിട്ട് എല്ലാ വർഷവും അവസാനം എന്ത് തരും? അവരുടെ പ്രോഫിറ്റിൽ നിന്ന് കുറച്ച് ഭാഗം എടുത്ത് എന്ത് തരും? ഡിവിഡൻഡ് ആയിട്ട് തരും അല്ലേ? നമ്മളിപ്പോൾ ടാറ്റയുടെ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ടാറ്റ എന്ത് തരും? വർഷം അവസാനം ആകുമ്പം അവരുടെ പ്രോഫിറ്റിൽ നിന്ന് കുറച്ച് എമൗണ്ട് എടുത്ത് നമുക്ക് എന്ത് തരും? ഡിവിഡൻഡ് ആയിട്ട് തരും. അതിനാണ് ആക്ച്വലി എന്ത് പറയുന്നത്? ഡിവിഡൻഡ് എന്ന് പറയുന്നത്. സോ ഈ ഡിവിഡൻഡ് എങ്ങനെ കൊടുക്കണം? കുറേ കൊടുക്കണോ, അതോ കുറച്ച് കൊടുക്കണോ, അതോ ഒന്നും കൊടുക്കാതിരിക്കണോ? അങ്ങനെയൊക്കെ കുറേ ഉള്ള ഡിവിഡൻഡ് പോളിസീസാണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യാൻ പോകുന്നത്? നോക്കാൻ പോകുന്നത്. സോ അതിന് മുന്നേ നമുക്ക് റീറ്റേൺഡ് ഏർണിങ്സ് എന്താണെന്ന് നോക്കാം. റീറ്റേൺഡ് ഏർണിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനീസ് എന്ത് ചെയ്യും? കുറച്ച് എമൗണ്ട് എന്ത് ചെയ്യും? എടുത്ത് മാറ്റി വെക്കും. മീൻസ് നമ്മൾ തന്നെ ഇപ്പം നമുക്കിപ്പോൾ ഒരു ജോബ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സാലറി എന്ത് ചെയ്യത്തില്ല, മിക്കവരും എന്ത് ചെയ്യത്തില്ല, അത്ര എല്ലായിടത്തും സ്പെൻഡ് ചെയ്യത്തില്ല അല്ലേ? കുറച്ച് എമൗണ്ട് എടുത്ത് എന്ത് ചെയ്യും? മാറ്റി വയ്ക്കും. ഇതുപോലെ തന്നെ കമ്പനീസ് എന്ത് ചെയ്യും? അവരുടെ കിട്ടുന്ന പ്രോഫിറ്റിൽ നിന്ന് കുറച്ച് എമൗണ്ട് എടുത്ത് എന്ത് ചെയ്യും? മാറ്റി വയ്ക്കും. കുറച്ച് എമൗണ്ട് എടുത്ത് സേവ് ചെയ്ത് വെക്കും എല്ലാ വർഷവും. അതിനാണെന്ന് പറയുന്നത് റീറ്റേൺഡ് ഏർണിങ്സ് എന്ന് പറയുന്നത്. സോ റീറ്റേൺഡ് ഏർണിങ്സ് എന്ന് പറഞ്ഞാൽ അത്രയും ഇമ്പോർട്ടൻസ് സാധനമാണ്. സോ ബിക്കോസ് നമുക്കെന്താ, ആ റീറ്റേൺഡ് ഏർണിങ്സ് നമ്മൾ മാറ്റി വെച്ച എമൗണ്ട് എന്ന് പറഞ്ഞാൽ അത്രയും വലിയൊരു സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ്. മീൻസ് നമുക്കത് എപ്പോഴും വേണമെങ്കിലും എടുക്കാം. നമുക്ക് ആരുടെ അടുത്ത് പോയി ചോദിക്കണ്ട. നമുക്ക് അല്ലെങ്കിൽ എന്താ, ബാങ്കിൻ്റെ അടുത്ത് പോയി ലോണൊക്കെ എടുക്കണം. പക്ഷേ ഇതല്ല, അങ്ങനെയല്ല, നമ്മളെ തന്നെ ഫണ്ടാണ്. ഇപ്പം നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? പോയി എടുക്കാം. നമുക്കത്ര ചിലവൊന്നുമില്ല. നമ്മളെടുത്തിട്ട് പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ തിരിച്ച് കിട്ടുവാണെങ്കിൽ തിരിച്ച് വെക്കാം. അങ്ങനെ അത്രയും ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു സംഭവമാണെന്ത് റീറ്റേൺ ഏർണിങ്സ് എന്ന് പറഞ്ഞാൽ. സോ റിട്ടേൺ ഏർണിങ്സ് ആർ ആൻ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് ഫിനാൻസ് ഫോർ ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം പർപ്പസ്. ദേ ഹാവ് നോ ഇഷ്യൂ കോസ്റ്റ്, ദേ ആർ ഫ്ലെക്സിബിൾ, ദേ ഡോണ്ട് നീഡ് ടു ബി അപ്ലൈഡ് ഓർ റീപെയ്ഡ് ആൻഡ് ദേ ഡു നോട്ട് റിസൾട്ട് ഇൻ ഡൈല്യൂഷൻ ഓഫ് കൺട്രോൾ. ശരിയല്ലേ? നമുക്ക് അത്രയും ഫ്ലെക്സിബിൾ ആണ്. നമുക്ക് എപ്പോഴെങ്കിലും എടുക്കാം, എപ്പോഴെങ്കിലും തിരിച്ചു വയ്ക്കാം. ചിലവ് അധികമൊന്നുമില്ല. നമ്മളൊരു ബാങ്ക് ലോൺ പോയി എടുത്താൽ എന്താവും? നമുക്ക് ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കണം ഇല്ലേ? ഇതങ്ങനെയൊന്നുമില്ല. നമുക്ക് എപ്പോഴെങ്കിലും വെറുതെ എടുക്കാം, തിരിച്ചു വയ്ക്കാം. നമുക്ക് അത്ര ചിലവൊന്നുമില്ല. പിന്നെ ഡൈല്യൂഷൻ ഓഫ് കൺട്രോൾ ഉണ്ടാകത്തില്ല. ഡൈല്യൂഷൻ ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫണ്ട് റേസ് ചെയ്യാൻ കുറേ വഴികളുണ്ട് അല്ലേ? നമുക്ക് ഡെപ്റ്റ് എടുക്കാം, അല്ലെങ്കിൽ ഷെയർ ഇഷ്യൂ ചെയ്യാം, പിന്നെ റീറ്റേൺ ഏർണിങ്സും യൂസ് ചെയ്യാം. പക്ഷേ ഷെയർ ഇഷ്യൂ ചെയ്താൽ അവിടെ ഒരു പ്രശ്നമുണ്ട്. എന്ത്? കൺട്രോൾ ഡൈല്യൂട്ടഡ് ആവും. നമ്മളൊരു നമുക്ക് കറൻറ്റ്ലി ഇപ്പോൾ ഒരു 1000 ഷെയർ ഹോൾഡേഴ്സാണ് കമ്പനിക്കുള്ളതെന്ന് വിചാരിക്കും. കമ്പനി പെട്ടെന്ന് വെച്ചിട്ട് ഒരു എക്സ്ട്രാ 1000 ഷെയറും കൂടി ഇഷ്യൂ ചെയ്തെന്ന് വിചാരിക്കും പബ്ലിക്കിലേക്ക്. അപ്പോൾ എത്രയായി? പുതിയ 1000 ഷെയർ ഹോൾഡേഴ്സ് വരത്തില്ലേ? അപ്പോൾ കമ്പനിയുടെ കൺട്രോൾ എന്താവും? ഡൈല്യൂട്ട് ആവും. ഡിസിഷൻ എടുക്കാനായിട്ട് പിന്നെയും കുറേ ആൾക്കാർ വരും ഇല്ലേ? അപ്പോൾ ഡൈല്യൂഷൻ ഓഫ് കൺട്രോൾ പക്ഷേ റീറ്റേൺ ഏർണിങ്സിലില്ല. കാരണം നമ്മുടെ കമ്പനിയുടെ ഫണ്ടാണ്, നമുക്കത് യൂസ് ചെയ്യാം. അതിന് ഡൈല്യൂഷൻ ഓഫ് കൺട്രോളോ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ നമുക്കത് കാരണം ഈ റീറ്റേൺ ഏർണിങ്സ് കാരണം നമ്മൾ ഈ ഡിവിഡൻറ്റിൻ്റെ കാര്യത്തിൽ കുറച്ച് അലേർട്ടായിരിക്കണം. നമ്മളുള്ള പ്രോഫിറ്റിൽ നിന്നുള്ള എല്ലാ എമൗണ്ടും എടുത്ത് ഡിവിഡൻറ്റ് കൊടുത്താൽ നമുക്ക് എന്ത് കാണത്തില്ല? നമ്മുടെ ഈ ഏറ്റവും അടിപൊളിയായിട്ടുള്ള സോഴ്സ് ഓഫ് ഫിനാൻസ് ആയിട്ടുള്ള റീറ്റേൺ ഏർണിങ്സ് നമുക്ക് പിന്നെ കിട്ടത്തില്ല അല്ലേ? സോ അതുകൊണ്ടാണ് ഇപ്പോൾ റീറ്റേൺ ഏർണിങ്സിൻ്റെ കാര്യം പറഞ്ഞത്. ഈ ഒരു റീറ്റേൺ ഏർണിങ്സ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. സോ അത് കാരണം നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഡിവിഡൻറ്റ് ആവശ്യത്തിൽ കൂടുതലൊന്നും എന്ത് ചെയ്യാൻ പാടില്ല? എടുത്തു കൊടുക്കാൻ പാടില്ല. സോ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിവിഡൻറ്റ് പോളിസീസ് എന്താണെന്ന് നോക്കാൻ പോകുന്നത്. സോ നമുക്ക് ഡിവിഡൻറ്റ് പോളിസീസ് ആക്ച്വലി 3 എണ്ണമാണുള്ളത്. ഡിവിഡൻറ്റ് ഇർറെലവൻസി തിയറി ഉണ്ട്, റെസിഡ്യൂവൽ തിയറി ഉണ്ട്, പിന്നെ റെലവൻസ് തിയറി ഉണ്ട്. ഇത് 3ആണ് ആക്ച്വലി എന്ത് നമ്മുടെ 3 തിയറീസ് വരുന്നത്. നമുക്കിത് ഓരോന്നും എന്താണെന്ന് നോക്കാം. ആദ്യത്തെയാണെന്ത്? ഡിവിഡൻറ്റ് ഇർറെലവൻസി തിയറി. ഇത് പറഞ്ഞിരിക്കുന്നത് വേറെ ആരുമല്ല, നമ്മുടെ മോഡി ക്ലിയാനിയർ മില്ലർ എന്ന് പറഞ്ഞേക്കുന്ന സയൻറ്റിസ്റ്റാണ്. ഇവരാണ് ഇത് പറഞ്ഞേക്കുന്നത്. ഇവർ പറഞ്ഞേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു പെർഫെക്റ്റ് മാർക്കറ്റിൽ, മീൻസ് ടാക്സ് ഇല്ല, ട്രാൻസാക്ഷൻ കോസ്റ്റ് ഇല്ല, മാർക്കറ്റ് ഇംപെർഫെക്ഷൻസ് ഒന്നുമില്ല, അങ്ങനത്തെ ഒരു മാർക്കറ്റിൽ ഷെയർ ഹോൾഡേഴ്സിന് വെൽത്ത് ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും മതി. മീൻസ് ഒന്നെങ്കിൽ ഡിവിഡൻറ്റ് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഡിവിഡൻറ്റ് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. കമ്പനി എന്ത് ചെയ്താൽ മതി? അത്യാവശ്യം നല്ല പ്രോജക്ട്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ എന്താവും? നമ്മുടെ എന്താവും? ഷെയറിൻ്റെ പ്രൈസ് കൂടും അല്ലേ? കമ്പനി നല്ല പ്രോജക്റ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ ഡിവിഡൻറ്റ് കൊടുക്കാതെ, ഡിവിഡൻറ്റ് കൊടുക്കാൻ വെച്ചിരുന്ന ആ ഒരു എമൗണ്ട് നല്ല പ്രോജക്റ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ കമ്പനിക്ക് എന്താവും? കമ്പനിയുടെ ഷെയർ പ്രൈസ് കൂടും. അപ്പോൾ അത് കാരണം എന്താവും? അവർക്ക് ഷെയർസ് വിറ്റും എന്ത് ചെയ്യാം? ക്യാഷ് ഉണ്ടാക്കാം. സോ ഇവിടെ നമ്മൾ MNM പറയുന്നത് എന്താ വെച്ചാൽ, ഷെയർ ഹോൾഡേഴ്സിന് 2 വഴിയുണ്ട് എന്ത് അവർക്ക് ക്യാഷ് ഉണ്ടാക്കാൻ. ഒന്നെങ്കിൽ അവർക്ക് ഡിവിഡൻറ്റ് ചോദിച്ച് മേടിക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഷെയറിൻ്റെ പ്രൈസ് കൂടുമ്പോൾ ഷെയർ വിറ്റിട്ട് കാശ് എടുക്കാം. സോ അതാണ് ആര് പറയുന്നത്? MNM പറയുന്നത്. Means existing shareholders will only be concerned about increasing their wealth, but will be different
ഇൻഡിഫറൻറ്റ് ആസ് ടു വെദർ ഇൻക്രീസ് കംസ് ഇൻ ദ ഫോം ഓഫ് ഡിവിഡൻഡ് ഓർ ക്യാപിറ്റൽ ഗ്രോത്ത്. ഒന്നെങ്കിൽ ക്യാപിറ്റൽ ഗ്രോത്ത് മതി, അല്ലെങ്കിൽ ഡിവിഡൻഡ് മതി, ഏതെങ്കിലും ഒരെണ്ണം മതി. ആസ് എ റിസൾട്ട് എ കമ്പനി ക്യാൻ പേ എനി ലെവൽ ഓഫ് ഡിവിഡൻഡ് വിത്ത് എനി ഫണ്ട്സ് ഷോർട്ട് ഫോൾ ബീങ് മെറ്റ് ത്രൂ എ ന്യൂ ഇക്വിറ്റി ഇഷ്യൂ പ്രൊവൈഡഡ് ഇറ്റ് ഈസ് ഇൻവെസ്റ്റിംഗ് ഇൻ ഓൾ അവൈലബിൾ പോസിറ്റീവ് NPV പ്രോജക്ട്സ്. സോ അത് കാരണം കമ്പനിക്ക് എന്താ എത്ര വേണമെങ്കിലും എമൗണ്ട് ഡിവിഡൻഡ് പേ ചെയ്താൽ മതി. ഡിവിഡൻഡ് ഒട്ടും റെലവൻ്റ് അല്ല. കമ്പനിക്ക് എന്ത് ചെയ്താൽ മതി, വേണമെങ്കിൽ കുറച്ച് ഡിവിഡൻഡ് കൊടുക്കാം, അല്ലെങ്കിൽ ഡിവിഡൻഡ് കൊടുക്കാതെ ആ എമൗണ്ട് എടുത്ത് എന്ത് ചെയ്യാം, നല്ല പോസിറ്റീവ് NPV ഉള്ള പ്രോജക്ട്സിലേക്ക് എന്ത് ചെയ്യാം, ഇൻവെസ്റ്റ് ചെയ്യാം. അതാണ് ആര് പറയുന്നത്, M&M പറയുന്നത്. മീൻസ് ഡിവിഡൻഡ് എന്താണ്, ഇറെലവൻ്റ് ആണ്. ഡിവിഡൻഡ് അത്രയ്ക്ക് എന്താണ് ഇമ്പോർട്ടൻ്റ് അല്ല. നമുക്ക് എത്ര വേണമെങ്കിലും കൊടുത്താൽ മതി, കുറച്ച് കൊടുത്താലും മതി, അത് ഒന്നും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. അതാണ് ആര് പറയുന്നത്, M&M പറയുന്നത്. സോ അതാണ് നമ്മുടെ ഫസ്റ്റ് തിയറി ചെയ്ത് നമ്മുടെ ഡിവിഡൻഡ് ഇറെലവൻസി തിയറി എന്ന് പറയുന്നത്. ഇനി അടുത്ത തിയറി നോക്കാം. അടുത്ത തിയറിയാണ് എന്ത്, റെസിഡ്യുവൽ തിയറി എന്ന് പറയുന്നത്. ഇത് ഓൾമോസ്റ്റ് നമ്മൾ M&M പറയുന്ന പോലെയൊക്കെ തന്നെയാണ്. പക്ഷേ ഡിവിഡൻഡ് ഇവിടെ അങ്ങനെയല്ല. നമ്മൾ ഡിവിഡൻഡ് ഇറെലവൻസി തിയറിയിൽ എന്താ പറഞ്ഞത്, ഡിവിഡൻഡ് ഒട്ടും ഇമ്പോർട്ടൻ്റ് അല്ല, ഇപ്പോൾ ഇമ്പോർട്ടൻ്റേ അല്ല എന്നാണ് പറഞ്ഞത് അല്ലേ. പക്ഷേ ഇവിടെ പറയുന്നത് അങ്ങനെയല്ല, ഡിവിഡൻഡ് ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ അത് കൊടുക്കുന്ന രീതി എന്താ ഇമ്പോർട്ടൻ്റ് അല്ല. മീൻസ് എല്ലാ വർഷവും അവസാനം കറക്റ്റായിട്ട് ഡിവിഡൻഡ് കൊടുക്കണമെന്നൊന്നുമില്ല, എങ്ങനെയെങ്കിലും കൊടുത്താൽ മതി. ചിലപ്പോൾ 2 വർഷം കൂടുമ്പോൾ കൊടുത്താൽ മതി, ആ രീതിയിൽ കൊടുത്തു പോയാൽ മതി എന്നാണ് ആര് പറയുന്നത്, റെസിഡ്യുവൽ തിയറി എന്ന് പറയുന്നത്. മീൻസ് നമ്മൾ എന്ത് ചെയ്യണം, കമ്പനി എന്ത് ചെയ്യണം, മാക്സിമം പോസിറ്റീവ് NPV പ്രോജക്ട്സിലേക്കൊക്കെ എന്ത് ചെയ്യണം, ഇൻവെസ്റ്റ് ചെയ്യണം. നല്ല നല്ല ഇൻവെസ്റ്റ്മെൻറ്റ്സ് കമ്പനി എന്ത് ചെയ്യണം, കിട്ടുന്ന പ്രോഫിറ്റിൽ നിന്ന് എടുത്ത് ചെയ്യണം. എന്നിട്ട് എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, ഡിവിഡൻഡ് കൊടുത്താൽ മതി. റെസിഡ്യുവൽ എന്ന് വെച്ചാൽ എന്താ, ബാക്കി അല്ലേ, റെസിഡ്യുവൽ ബാക്കി വരുന്നത് അല്ലേ. സോ എല്ലാ പോസിറ്റീവ് NPV പ്രോജക്റ്റിലും ഇൻവെസ്റ്റ് ചെയ്ത് എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി എന്നാണ് ആര് പറയുന്നത്, ഈ ഒരു തിയറി പറയുന്നത്, റെസിഡ്യുവൽ തിയറി പറയുന്നത്. മീൻസ് നമ്മുടെ മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർ വിൽ ബി ഈക്വൽ ടു പ്രസൻറ്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ് അല്ലേ. നമ്മൾ നേരത്തെ നോക്കിയിട്ടുള്ളതാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ. നമ്മുടെ ഒരു ഷെയറിൻ്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ, പ്രസൻറ്റ് വാല്യൂ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ. അപ്പോൾ കമ്പനി നല്ല നല്ല പോസിറ്റീവ് NPV പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും എന്താവും, നമ്മുടെ ഷെയറിൻ്റെ പ്രൈസ് കൂടും. അത് കാരണം എന്താവും, കമ്പനി ഗ്രോ ആകും. കമ്പനി ഗ്രോ ആയാൽ കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്യൂച്ചറിൽ മേ ബി നല്ല നല്ല ഹൈ ലെവൽ ഓഫ് ഡിവിഡൻഡ് എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാൻ പറ്റും. അതാണ് ആര് പറയുന്നത്, റെസിഡ്യുവൽ തിയറി പറയുന്നത്. മീൻസ് ഉള്ള ഡിവിഡൻഡ് എന്താ, എന്തെങ്കിലും എല്ലാ പ്രോജക്റ്റിലും ഇൻവെസ്റ്റ് ചെയ്ത് ബാക്കി ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, ഡിവിഡൻഡ് പേ ചെയ്താൽ മതി. പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാരണം നമ്മുടെ ഷെയർ പ്രൈസ് കൂടും. സോ ഫ്യൂച്ചറിലെ ഡിവിഡൻഡ് പേയ്മെൻ്റ് ഒക്കെ എന്തായിരിക്കും, അത്യാവശ്യം നല്ല രീതിയിലായിരിക്കും പോകുന്നത്. ഇറ്റ് ഫോളോസ് ദാറ്റ് ഓൺലി ആഫ്റ്റർ എ ഫേം ഹാസ് ഇൻവെസ്റ്റഡ് ഇൻ ഓൾ പോസിറ്റീവ് NPV പ്രോജക്ട്സ് ദെയർ ബൈ increasing the potential for higher dividends in the future. Should a dividend be paid if there are refunds remaining, retention should be used for project finance with dividends as residual. അതാണ് നമ്മുടെ റെസിഡ്യുവൽ തിയറി പറയുന്നത്. സോ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ തിയറി, അതും കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, മൂന്നാമത്തെ തിയറി നോക്കാം. അതാണെന്ത്, റെലവൻസി തിയറി. ഇവിടെ പറയുന്നത് ഡിവിഡൻഡ് എന്നാണ്, റെലവൻ്റ് ആണ്. ഡിവിഡൻഡ് ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് ആര് പറയുന്നത്, ഡിവിഡൻഡ് റെലവൻസി തിയറി പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് നോക്കും, ഡിവിഡൻഡ് കൂടുന്നത് കാരണം കുറയുന്നത് കാരണമുള്ള കുറച്ച് ഇഷ്യൂസാണ് നോക്കാൻ പോകുന്നത്. ഡിവിഡൻഡ് കുറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബാഡ് ന്യൂസ് ആയിരിക്കും. നമ്മളിപ്പോൾ കമ്പനി കുറേ വർഷമായിട്ട് $1000 വെച്ച് ഡിവിഡൻഡ് പേ ചെയ്തുകൊണ്ടേ ഇരിക്കുകയെന്ന് വിചാരിക്കും. പെട്ടെന്ന് വെച്ചിട്ട് കമ്പനി എന്ത് ചെയ്യണം, അത് 500ലേക്ക് കുറയ്ക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് എന്ത് വിചാരിക്കും, ഈ കമ്പനി എങ്ങാനും നഷ്ടത്തിലാണോ, അകത്തെന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, കമ്പനി എങ്ങാനും ഇനി ഫ്യൂച്ചറിൽ പൂട്ടിപ്പോവോ, അങ്ങനെ ഒരു ബാഡ് നെഗറ്റീവ് ഇമേജ് ഉണ്ടാവും, നെഗറ്റീവ് സൈനായിരിക്കും എന്ത് കൊടുക്കുന്നത്, നമ്മുടെ ഡിവിഡൻഡ് കുറച്ചാലുള്ള ഒരു ഇഷ്യൂ വരുന്നത്. എന്ന് വെച്ചാൽ ഒരു ബാഡ് ന്യൂസ് ആയിരിക്കും. റിഡക്ഷൻസ് ഇൻ ഡിവിഡൻഡ് ക്യാൻ കൺവേ ബാഡ് ന്യൂസ് ടു ഷെയർ ഹോൾഡേഴ്സ്. ഡിവിഡൻഡ് സിഗ്നലിംഗ് എന്നാണ് അത് പറയുന്നത്. ഡിവിഡൻഡ് സിഗ്നലിംഗ് മീൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്ത് വിചാരിക്കും, എന്താ കമ്പനിക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, അങ്ങനെ ഒരു ബാഡ് ഇമേജ് ആയിരിക്കും എന്ത് വരുന്നത്, അവരുടെ മൈൻഡിൽ വരുന്നത്. സോ അങ്ങനെ ആ ഒരു ഇത് വിചാരിച്ചിട്ട് മേ ബി ഒരു ഷെയർ സെല്ല് ചെയ്തിട്ട് വരെ പോവാം. അതിനാണ് ഡിവിഡൻഡ് സിഗ്നലിംഗ് എന്ന് പറയുന്നത്. പിന്നെ റിഡക്ഷൻ വന്നാൽ നമ്മുടെ ഇൻവെസ്റ്ററിൻ്റെ ലിക്വിഡിറ്റി റിക്വയർമെൻറ്റ്സിൽ കുറച്ച് കോൺഫ്ലിക്റ്റ് വരും. മീൻസ് ചില ഷെയർ ഹോൾഡേഴ്സ് എന്തായിരിക്കും, റിട്ടയർഡ് ആയിട്ടുള്ള ചില ആൾക്കാരൊക്കെ എന്ത് ചെയ്യും, മിക്കവരും ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ അവർ വിചാരിക്കുന്നത് എന്താ, ഇവർ ഈ ഇൻവെസ്റ്റ് ചെയ്ത ഈ ഷെയർസിൽ നിന്ന് ഡിവിഡൻഡ് കിട്ടിയിട്ട് ഡേ ടു ഡേ കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അവർ ഇതിൽ വന്നൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ പെട്ടെന്ന് വെച്ചിട്ട് കമ്പനി ഡിവിഡൻഡ് കുറച്ചാൽ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇവരുടെ ഡേ ടു ഡേ കാര്യങ്ങളൊന്നും മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. ഇവരുടെ ഡേ ടു ഡേ ലിക്വിഡിറ്റി കാര്യങ്ങളൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു ഇഷ്യൂസ് വരും. പിന്നെ ചേഞ്ചസ് ഇൻ ഡിവിഡൻഡ് പോളിസി മേ അപ്സെറ്റ് ഇൻവെസ്റ്റർ ടാക്സ് പ്ലാനിങ്. ക്ലിൻഡലെ എഫക്റ്റ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിവിഡൻഡ് കൂട്ടിയാലും ഒരു ഇഷ്യൂ ഉണ്ട്.
മീൻസ് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സൊക്കെ ഡിവിഡൻഡ് നമ്മുടെ ടാക്സ് ഒക്കെ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് പോകുന്ന ആൾക്കാരായിരിക്കും അല്ലേ. ടാക്സ് എന്താണ് നമ്മൾ എല്ലാ ഇയറും അവസാനം അടയ്ക്കണം അല്ലേ. ഡിവിഡൻറ്റിൻ്റെ മേളിൽ നമ്മൾ എന്ത് ചെയ്യണം, ടാക്സ് അടയ്ക്കണം. അപ്പോൾ കമ്പനി പെട്ടെന്ന് വെച്ചിട്ട് ടാക്സ് നമ്മുടെ ഡിവിഡൻറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് എന്ത് ചെയ്യേണ്ടി വരും, അതിനനുസരിച്ച് കൂടുതൽ ടാക്സ് പേ ചെയ്യേണ്ടി വരും അല്ലേ. സോ അവരുടെ ആ ഒരു പ്ലാനിങ് തെറ്റത്തില്ലേ. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്ലിൻറ്റലെ എഫക്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് ഒരു പ്ലാൻ കാണും, ടാക്സ് പ്ലാനും കാര്യങ്ങളൊക്കെ കാണും. പെട്ടെന്ന് വെച്ചിട്ട് കമ്പനി എന്ത് ചെയ്യാണ്, നമ്മുടെ ഡിവിഡൻറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ ഇവർക്ക് എന്ത് ചെയ്യേണ്ടി വരും, അതിനനുസരിച്ച് കൂടുതൽ ടാക്സ് പേ ചെയ്യേണ്ടി വരും. അവരുടെ ടാക്സ് പ്ലാനിങ് കാര്യങ്ങളൊക്കെ തെറ്റും. അതിനാണ് നമ്മൾ ക്ലിൻറ്റലെ എഫക്റ്റ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ഇഷ്യൂസൊക്കെ കാരണം മിക്ക കമ്പനീസ് എന്തായിരിക്കും, സ്റ്റേബിൾ ഡിവിഡൻ്റാണ് പേ ചെയ്യുക. എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് കൂട്ടത്തില്ല, എന്നാൽ ഇടയ്ക്ക് കുറയ്ക്കത്തില്ല. ഒരു സ്റ്റേബിൾ ഡിവിഡൻറ്റ് എല്ലാ ഇയേഴ്സും ഒരു 1000 to 1100 ആ ഒരു റേഞ്ച് അങ്ങനെയൊക്കെ ആയിരിക്കും മിക്ക കമ്പനീസ് എന്ത് ചെയ്യുന്നത്, പേ ചെയ്യുന്നത്. മീൻസ് സ്റ്റേബിൾ ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഡിവിഡൻറ്റ് പേ ചെയ്യുന്നത്. സോ അങ്ങനെ നമ്മൾ എന്താക്കിയിട്ടുണ്ട്, 3 തിയറീസും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നമ്മുടെ പ്രാക്ടിക്കൽ ഇഷ്യൂസ് നോക്കാം. ഡിവിഡൻറ്റ് പേ ചെയ്യാൻ വരുന്ന കുറച്ച് പ്രാക്ടിക്കൽ ഇഷ്യൂസ്. ആദ്യത്തെ ആണെന്ത്, ലീഗൽ റെസ്ട്രിക്ഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് റൂൾസ് കാര്യങ്ങളൊക്കെ കാണും കമ്പനിയുടെ റൂൾ ബുക്കിൽ. മീൻസ് കമ്പനിയുടെ റൂൾ ബുക്ക് ഏതാ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ കേട്ടിട്ടുണ്ടാവുമല്ലോ. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്നാണ് കമ്പനിയുടെ എന്ത്, റൂൾ ബുക്ക്. സോ ആ റൂൾ ബുക്കിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും എന്ത്, നമുക്ക് കമ്പനിയുടെ പ്രോഫിറ്റിൻ്റെ ഒരു 50% ഡിവിഡൻറ്റ് കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഒരു 60% ഡിവിഡൻറ്റ് കൊടുക്കാൻ പാടുള്ളൂ. സോ അതിൻ്റെ മുകളിലേക്ക് കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഡിവിഡൻറ്റ് പേ ചെയ്യാൻ പറ്റത്തില്ല. സോ അതാണ് അടുത്തൊരു റെസ്ട്രിക്ഷൻ വരുന്നത്. ഈ ഒരു ഇതും ഒരു ആക്ച്വലി എന്താണ്, ഒരു ലീഗൽ റെസ്ട്രിക്ഷനാണ്. നമുക്ക് ഡിവിഡൻറ്റ് കൂടുതൽ കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലീഗൽ റെസ്ട്രിക്ഷനാണ് എന്ത്, നമ്മുടെ റൂൾസ് എന്ന് പറയുന്നത്, നമ്മുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിലെ റൂൾസ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് കുറച്ച് ലോൺ എഗ്രിമെൻറ്റ്സ് കാണും. നമ്മളെ കമ്പനി എന്ത് ചെയ്യും, ലോൺസും എന്ത് ചെയ്യും, എടുക്കും അല്ലേ. ബാങ്കിൽ പോയിട്ട് ലോണും കാര്യങ്ങളൊക്കെ എടുക്കും. അപ്പോൾ ലോൺ എടുക്കുമ്പോൾ ബാങ്ക് എന്ത് പറയും, നമ്മുടെ കമ്പനി എന്ത് ചെയ്യാൻ പാടില്ല, ഈ ലോൺ അടച്ച് തീർക്കുന്നവരെ എന്ത് ചെയ്യാൻ പാടില്ല, നമുക്ക് 50% കൂടുതൽ എന്ത് ചെയ്യാൻ പാടില്ല, ഡിവിഡൻറ്റ് കൊടുക്കാൻ പാടില്ല. അങ്ങനെയൊക്കെ കുറച്ച് കവൈനൻ്റ് വയ്ക്കും. അപ്പം അതും എന്താണ്, ഒരു റെസ്ട്രിക്ഷനാണ്. സോ ഇതൊക്കെ എന്തായിരിക്കും, നമ്മുടെ ക്രെഡിറ്റേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാനായി. ആക്ച്വലി കമ്പനി കിട്ടുന്ന സംഭവങ്ങളെല്ലാം, കിട്ടുന്ന ക്യാഷ് എല്ലായിടത്തും ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ക്രെഡിറ്റേഴ്സിന് എന്ത് കാണത്തില്ല, ഒന്നും ബാക്കി കാണത്തില്ല അല്ലേ. നമുക്ക് ലോൺ തന്നെ ആൾക്ക് ഇൻട്രസ്റ്റ് കൊടുക്കാനൊന്നും കാണത്തില്ല എല്ലായിടത്തും ഡിവിഡൻറ്റ് കൊടുത്താൽ. സോ ഈ ക്രെഡിറ്റേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ ലീഗൽ റെസ്ട്രിക്ഷൻസ് ഒക്കെ കീപ്പ് ചെയ്യുന്നത്. ഇനി കുറച്ച് ലിക്വിഡിറ്റി കാര്യങ്ങളാണ്. നമുക്ക് റൂൾസ് മാത്രം കാരണമല്ല, കുറച്ച് ലിക്വിഡിറ്റി മാനേജ്മെൻറ്റ് കാരണവും നമ്മൾ എന്ത് ചെയ്യും, ഡിവിഡൻറ്റ് കുറച്ചേ പേ ചെയ്യുള്ളൂ. മീൻസ് കമ്പനിക്ക് എന്താണ്, കുറേ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ്, കുറേ ഡേ ടു ഡേ കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യണം, അങ്ങനത്തെ കുറേ റിക്വയർമെൻറ്റ്സ് കാണും അല്ലേ. സോ ഇതെല്ലാം മാറ്റി വെച്ചിട്ട് ഇവർക്ക് ഫുള്ളെടുത്ത് ഡിവിഡൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണത്തില്ല, ഡേ ടു ഡേ കാര്യങ്ങൾ, ഗുഡ്സ് പർച്ചേസ് ചെയ്യാൻ അതിനൊന്നും വലിയ ഫണ്ട്സ് കാണത്തില്ല. അപ്പോൾ അതിനാണ് പറയുന്നത് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. സോ ഇതൊക്കെയാണ് നമ്മുടെ എന്ത്, പ്രാക്ടിക്കൽ കൺസ്ട്രെയിൻസ് വരുന്നത്. അപ്പം ഇത് ഓക്കെയാണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ലാസ്റ്റ് സ്ലൈഡിലേക്ക് പോകാം. അതാണെന്ത്, ഓൾട്ടർനേറ്റീവ്സ് ടു ക്യാഷ് ഡിവിഡൻസ്. നമുക്ക് ഡിവിഡൻറ്റ് ക്യാഷ് കൊടുക്കാതെ തന്നെ എന്ത് ചെയ്യാം, ഷെയർ ഹോൾഡേഴ്സിനെ സമാധാനിപ്പിച്ച് വെക്കാൻ പറ്റും. അതിൽ ആദ്യത്തെയാണെന്ത്, ഷെയർ റീപർച്ചേസ്. നമുക്കിപ്പോൾ ഒരു വർഷം നമുക്ക് എന്തില്ല, അങ്ങനെ ഡിവിഡൻറ്റ് കൊടുക്കാൻ വലിയ പ്ലാനൊന്നുമില്ല. നമുക്ക് അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് നേരെ പോയിട്ട് ഷെയർ ഹോൾഡേഴ്സിൻ്റെ അടുത്ത് പറയാം, നിങ്ങൾക്ക് ഞങ്ങൾ ഡിവിഡൻറ്റ് തരുന്നില്ല, പക്ഷേ നമ്മളെന്ത് ചെയ്യാം, നിങ്ങളുടെ കയ്യിലുള്ള ഷെയർസ് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് തന്ന് പർച്ചേസ് ചെയ്യാമെന്ന് പറയും. അതിനാണെന്ത് പറയുന്നത്, റീപർച്ചേസ് എന്ന് പറയുന്നത്, ഷെയർ റീപർച്ചേസ്. ഷെയർ ഹോൾഡേഴ്സിൻ്റെ കയ്യിലുള്ള ഷെയർ നമ്മൾ എന്ത് ചെയ്യും, തിരിച്ച് മേടിക്കും. നമ്മൾ നേരത്തെ വിറ്റ ഷെയർ നമ്മൾ എന്ത് ചെയ്യും, ഇപ്പം തിരിച്ച് അവർക്ക് നല്ലൊരു എമൗണ്ട് കൊടുത്ത് എന്ത് ചെയ്യും, തിരിച്ച് പർച്ചേസ് ചെയ്യും. അതിനാണ് പറയുന്നത് ഷെയർ റീപർച്ചേസ് എന്ന് പറയുന്നത്. പിന്നെ ഒരു ഓൾട്ടർനേറ്റീവ് ഡിവിഡൻറ്റ് മെത്തേഡാണ് എന്ത്, നമ്മുടെ സ്പെഷ്യൽ ഡിവിഡൻറ്റ് എന്ന് പറയും. മീൻസ് നമുക്ക് കമ്പനിക്ക് എന്ത് വരും, ചില സമയത്ത് ഭയങ്കര പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഇവരെന്ത് ചെയ്യും, ആ ഒരു പ്രോഫിറ്റിൻ്റെ വലിയൊരു ഭാഗം എടുത്ത് എന്ത് ചെയ്യും, നമ്മളെ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻ്റ് ആയിട്ട് കൊടുക്കും. അതിനാണ് പറയുന്നത് സ്പെഷ്യൽ ഡിവിഡൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തൊരു ഓൾട്ടർനേറ്റീവ് ആണെന്ത്, സ്ക്രിപ്റ്റ് ഡിവിഡൻറ്റ് എന്ന് പറയും. സ്ക്രിപ്റ്റ് ഡിവിഡൻറ്റ് ചില സമയത്ത് കമ്പനിക്ക് എന്ത് കാണത്തില്ല, ക്യാഷേ കാണത്തില്ല കയ്യിൽ ഡിവിഡൻ്റ് ആയിട്ട് കൊടുക്കാൻ. പക്ഷേ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഷെയർ ഹോൾഡേഴ്സിനെ അങ്ങനെ പിണക്കാനും പറ്റത്തില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും, സ്ക്രിപ്റ്റ് ഡിവിഡൻറ്റ് ഇഷ്യൂ ചെയ്യും. എന്ന് വെച്ചാൽ ഇവരുടെ കയ്യിൽ ക്യാഷല്ലേ ഇല്ലാതുള്ളൂ, ഇവരെന്ത് ചെയ്യും, ഇവരുടെ കയ്യിലുള്ള കുറച്ച് ഷെയർസ് എടുത്തിട്ട് ആർക്ക് കൊടുക്കും, ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കും. എന്നിട്ട് പറയാം, ഷെയർസിന് അത്യാവശ്യം വില കാണുമല്ലോ, അത്യാവശ്യം വില കാണും. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിന് എന്ത് കൊടുക്കും, ഫ്രീ ആയിട്ട് ഇവരുടെ കുറച്ച് ഷെയർസ് കൊടുക്കും ഡിവിഡൻറ്റിന് പകരം. അതിനാണെന്ന് പറയുന്നത് സ്ക്രിപ്റ്റ് ഡിവിഡൻറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ FRലൊക്കെ പഠിച്ച് ബോണസ് ഇഷ്യൂ അതൊക്കെ പോലെ തന്നെ ഓൾമോസ്റ്റ് സിമിലറാണ്. സോ ഇതാണ് ആക്ച്വലി നമ്മുടെ എന്ത്, ഡിവിഡൻറ്റ് പോളിസി എന്ന് പറഞ്ഞ ചാപ്റ്റർ. നമ്മളിപ്പോൾ ഡിവിഡൻറ്റ് എന്താണെന്ന് നോക്കി, റീറ്റേൺ ഏർണിങ്സിനെ കുറിച്ച് ചെറുതായിട്ടൊന്ന് നോക്കി,
നമ്മൾ ഡിവിഡൻറ്റിൻ്റെ 3 പോളിസി നോക്കി, ഡിവിഡൻറ്റിൻ്റെ ഓൾട്ടർനേറ്റീവ് നോക്കി, ലീഗൽ ഇഷ്യൂസ്, കോൺസ്ട്രെയിൻസും കാര്യങ്ങളൊക്കെ നോക്കി. സോ ഇത് ആക്ച്വലി ഒരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. FM-ൽ അത്യാവശ്യം നല്ല രീതിയിൽ തിയറീസ് ആയിട്ട് ടെസ്റ്റ് ചെയ്യുന്നൊരു ചാപ്റ്ററാണ്. സോ മാക്സിമം ഇത് റിവൈസ് ചെയ്ത് പോവുക. തിയറിയാണ്, മറന്നു പോകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. സോ റിവൈസ് ചെയ്ത് സെറ്റാക്കി വയ്ക്കുക. അപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബിലെ കമൻറ്റ് ബോക്സിൽ ഇടുക. നമ്മുടെ മെൻറ്റേഴ്സ് അത് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.